കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക ഹർത്താൽ പുരോഗമിക്കുകയാണ്. കോട്ടയം MC റോഡിലും കണ്ണൂർ പഴയങ്ങാടിയിലും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. നെടുമങ്ങാട്ട് ബസ് തടഞ്ഞ സമരാനുകൂലികൾ. ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങാൻ സമരാനുകൂലികൾ അനുവദിക്കുന്നില്ല. കോട്ടയത്തേക്ക് നമ്മൾ പോകുന്നു. ആദ്യം ടോബി ജോൺസൺ ചേരുന്നു. ടോബി, കുറച്ചധികം സമയമായി അവിടെ ഗതാഗതം നടത്താൻ കഴിയുന്നില്ല എന്നാണ് വിവരങ്ങൾ. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ദൃശ്യങ്ങൾ? തീർച്ചയായിട്ടും SK, എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ഗാന്ധി സ്ക്വയറിലാണ്. നമുക്കറിയാവുന്ന പോലെ തിരുനക്കരയാണ്. അവിടെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം, ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും KSRTC അടക്കം തടഞ്ഞിട്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് ഇടപെട്ട് ചില വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വാഹനങ്ങളൊന്നും വിടാൻ ഇവർ സമ്മതിക്കുന്നില്ല. കാരണം ഇതിന്റെ ഒരു ആവശ്യം, ഹർത്താൽ എന്തിനാണെന്ന് വാഹനങ്ങൾ തടഞ്ഞ് അവരോട് പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ KSRTC അടക്കമുള്ളത് കടത്തിവിടാതെ തടഞ്ഞിട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ MC റോഡ് ഉപരോധിക്കുന്ന നിലയിലേക്ക് പോലും ഹർത്താൽ അനുകൂലികൾ എത്തിയിട്ടുണ്ട്. വിവിധ സംഘടനകളാണ്, 52 ദളിത് സംഘടനകളാണ് ഈ സമരം നടത്തുന്നത്. എന്തായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യാപാരികൾ ഈ കട തുറക്കുമെന്നുള്ള ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ നമ്മൾ കാണുന്നത് കോട്ടയം നഗരത്തിൽ അങ്ങനെ ഒരു സമരത്തിൽ കടകൾ തുറക്കുന്നതിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ഇപ്പോൾ CSDS നേതാവായിട്ടുള്ള സുരേഷ് കൂടി തരുന്നുണ്ട്. സമരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സമരം കൊണ്ടുപോകുന്ന, ഹർത്താൽ കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്? അല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അവശ്യ സർവീസുകളെ ഒഴിവാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വകാര്യ വാഹനങ്ങൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം തടയുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഞങ്ങൾ തുടരാൻ പോവുകയാണ്. ഈ ഹർത്താലിനെ തകർക്കാൻ വേണ്ടി കേരള പോലീസും ചില ഗൂഢാലോചന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് ബലപ്രയോഗത്തിലൂടെ ഈ കാര്യങ്ങൾ നീക്കുന്നത്. അത് ഞങ്ങൾ അനുവദിക്കുന്ന വിഷയമല്ല. ഇവിടെ ഒരു ദളിത് വിദ്യാർത്ഥി മരണപ്പെട്ടിട്ട് ജനാധിപത്യ രീതി പ്രതിഷേധിക്കുമ്പോൾ ഇവിടുത്തെ വ്യാപാരികളും ഇവിടുത്തെ കുറേ അസോസിയേഷൻകാരും ഞങ്ങൾക്കെതിരായി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇവനൊക്കെ നാളെ കഴിഞ്ഞ് ഇവിടൊക്കെ കാണേണ്ടവരാണെന്ന് ഞങ്ങൾ അവരെ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശക്തമായ ഹർത്താലായിരിക്കും. ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല, ഒരു വണ്ടിയും വിടുകയില്ല. തീർച്ചയായിട്ടും അതാണ് നേതാക്കൾ പറയുന്നതും, അതാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ല, ശക്തമായ രീതിയിൽ തന്നെ ഹർത്താൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് MC റോഡിൽ ഗാന്ധി സ്ക്വയറിൽ കുത്തിയിരുന്ന് റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണ്. ഒപ്പം തന്നെ തൊട്ട് സമീപത്തുകൂടി പോലീസ് കഴിയുന്നത്ര വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു ശ്രമം കൂടി അവരും നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ പ്രശ്നങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോലും വാഹനങ്ങൾ തടയുന്നതിലേക്ക് പ്രവർത്തകർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SK. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസണാണ് കോട്ടയത്തെ കാര്യങ്ങൾ പറഞ്ഞത്. കണ്ണൂർ പഴയങ്ങാടിയിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുകയാണ്. പ്രൈവറ്റ് ബസ്സുകളൊക്കെ അവിടെ തടഞ്ഞിട്ടിരിക്കുന്നതാണ് വിവരം. ഗൂഗിൾ കെ വേണുഗോപാൽ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ പഴയങ്ങാടിയിലാണ് ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നതായും സ്വകാര്യ ബസ്സുകളെ ഓടാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉള്ളതായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ കാൾടെക്സിലാണ്. കണ്ണൂർ നഗരത്തിൽ തന്നെയാണ്. ഇവിടെ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ്. KSRTC നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. 7:30 കഴിഞ്ഞതേ ഉള്ളൂ. അല്പസമയം കൂടെ കഴിയുമ്പോൾ കടകൾ തുറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമരാനുകൂലികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഹർത്താലിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്ന സാഹചര്യങ്ങളൊന്നും എവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഈ പഴയങ്ങാടിയിലെ വാഹനങ്ങൾ തടഞ്ഞിട്ടത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. സമരാനുകൂലികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, ഈ ഹർത്താൽ ഏത് രീതിയിലായിരിക്കും മുന്നോട്ടേക്ക് പോവുക? വാഹനങ്ങളൊക്കെ തടയുന്നുണ്ടോ? നമ്മളെല്ലാവരോടും ഹർത്താലുമായി സഹകരിക്കാൻ പറയാ. ജനകീയ ഹർത്താലാണ്. വാഹനങ്ങൾ തടയൊന്നുമില്ല. നമ്മൾ ആക്ഷൻ കമ്മിറ്റി വന്നിട്ട് എല്ലാവരും കൂടി ആലോചിച്ച് തടയും. പറഞ്ഞത് തടയില്ല എന്നാണ്. അല്ല, നമ്മൾ തടയും. ബസ്സുകൾ തടയും. ബസ്സുകൾ എല്ലാവരുടെ സഹകരണം ആവശ്യപ്പെടുകയെന്ന്. സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കടകൾ അടപ്പിക്കും, അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടപ്പിക്കാൻ ഇതൊരു ജനകീയ ആവശ്യമാണ്. കാരണം ഇതിൻ്റെ രാജ്യം മരണപ്പെട്ടത് കണ്ണൂരിൽ നിന്നാണ്. അതുകൊണ്ട് കണ്ണൂർ അതിൻ്റെ ഒരു ഭൂമികയാണ്. സംസ്ഥാനം ഒട്ടുക്കും പലയിടത്തും എല്ലാം തടസ്സപ്പെടും. ജനങ്ങൾ സ്വമേധയാ വരണം എന്നാണ് നമ്മൾ ആഗ്രഹം. എന്തായാലും ഇവിടെ ഹർത്താലിൻ്റെ ഒരു അന്തരീക്ഷം നിലവിൽ ഇവിടെ സംജാതമായിട്ടില്ല. ഇവിടെയില്ല. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ സിഗ്നലിൻ്റെ ഭാഗത്ത് നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്നാണ് പല ഭാഗങ്ങളിലേക്കും ബസ്സുകൾ തിരിഞ്ഞു പോകുന്നത്. കാൾടെക്സ് ജംഗ്ഷനാണ്. തലശ്ശേരി ഭാഗത്തേക്കും പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കും കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനാണ്. ഇവിടെ ബസ്സുകളും വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും ലോറികളും ഒക്കെ ഉണ്ട്. പക്ഷേ അതേസമയത്ത് തന്നെ വാഹനങ്ങൾ തടയും എന്നൊരു ആവശ്യവുമായി നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ, നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹർത്താൽ നടത്തുന്ന
സമരാനുകൂലികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. 8 മണിയോടുകൂടി ഇവരിവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ എത്തുന്ന സമയത്ത് മറ്റേതെങ്കിലും രീതിയിലേക്ക് സമരം കൈവിട്ടു പോകുമോ എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തതയില്ല. അവർ പറയുന്നത് വാഹനങ്ങൾ തടയുമെന്നാണ്. ബസ്സുകൾ ഉൾപ്പെടെ ആളുകൾ ഉണ്ട്. ബസ്സുകൾ സർവീസ് നടത്തുന്നു എന്ന് മാത്രമല്ല, ബസ്സുകൾ നിരവധിയായിട്ടുള്ള ആളുകൾ കാണുന്നുണ്ട്. എന്തായാലും ആളുകളൊക്കെ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ബസ്സുകളിലെ തിരക്കുകളും നഗരത്തിലെ തിരക്കുകളൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓട്ടോറിക്ഷ തടസ്സമില്ലാതെ ഓടുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ തിരുവനന്തപുരത്ത് കണിയാപുരത്ത് ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. 1.5 മണിക്കൂറിലേറെ അവിടെ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നതാണ് വിവരം. തമ്പാനൂരിലും ഹർത്താൽ അനുകൂലികളും അതുപോലെ തന്നെ വാഹന ഉടമകളും തമ്മിൽ പോലീസുമായി ചെറിയ തർക്കമുണ്ടായി. തമ്പാനൂരിൽ നിന്ന് ഷെബീദ് റാവുത്തർ ചേരും. കണിയാപുരത്തും ചെറിയ തർക്കമുണ്ടെന്ന് പറയുന്നു. എന്താണ് ഷെബീദ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ? തിരുവനന്തപുരത്ത് ഈ ഹർത്താൽ അത് കാര്യമായി തന്നെ തുടരുകയാണ്. മാത്രമല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരമാണ്. ഇവിടുത്തെ ഈ കടകളടക്കം നിർബന്ധിച്ച് അടപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യം, അതായത് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ സഹകരിക്കുന്നു. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഹർത്താലിൽ, ഇത് കേരള ഹർത്താൽ എന്ന പേരിൽ സമാധാനപൂർവ്വമായി നടത്താനായിരുന്നു നീക്കം. പക്ഷേ അതുണ്ടായില്ല. ആളുകൾ സഹകരിച്ചില്ല. പല അസോസിയേഷനുകളും പിന്നിട്ട് നിന്നു. ഈ സാഹചര്യത്തിൽ നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, തമ്പാനൂരിൽ നിന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് പ്രധാനപ്പെട്ട തമ്പാനൂരിലെ പ്രധാനപ്പെട്ട നമ്മുടെ ഭാഗമാണ്. അതായത് ബസ്സുകൾ ഇറങ്ങി വരുന്ന ഭാഗമാണ്. അവിടെ അടക്കം നീണ്ട നിരയിൽ ബസ്സുകൾ ഇങ്ങനെ തടഞ്ഞിട്ടിരിക്കുന്ന അടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, കണിയാപുരത്തും ആ രീതിയിലൊരു സാഹചര്യമുണ്ട്. കണിയാപുരത്ത് ഈ വാഹനങ്ങൾ ഓടി തുടങ്ങിയിരുന്നു. വെട്ടറോഡ് ഭാഗത്ത് വെച്ചാണ് അവിടെ വെച്ച ഈ സമരാനുകൂലികൾ, അതായത് ഹർത്താൽ അനുകൂലികൾ ഈ വാഹനങ്ങൾ തടഞ്ഞത്. തുടർന്ന് പോലീസുമായി ചെറിയ രീതിയിൽ ഉന്തും തള്ളും വാക്കേറ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആ ദേശീയപാതയിൽ ആ ഭാഗത്ത് കാര്യമായിട്ടുള്ള ഗതാഗതക്കുരുക്കുണ്ട്. ഓൾറെഡി ആ ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് വലിയ ഗതാഗതക്കുരുക്ക് രാവിലെ സമയങ്ങളിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതിനൊപ്പം ഈ വാഹനങ്ങൾ ഇങ്ങനെ തടഞ്ഞിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വലിയ ഗതാഗതക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അത് തമ്പാനൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങൾ, പ്രത്യേകിച്ച് നെടുമങ്ങാട്, കാട്ടാക്കട, നിതിന്റെ വീടുള്ള നെടുമങ്ങാട്, കാട്ടാക്കട അടക്കമുള്ള സ്ഥലങ്ങളിൽ ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമായും അവർ നടത്തുകയാണ്. കാര്യമായി വാഹനങ്ങൾ നിർത്തിയിറക്കാൻ സമ്മതിക്കുന്നില്ല. മാത്രമല്ല, ഈ തമ്പാനൂരിലടക്കം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ബസ്സുകൾ ഇങ്ങനെ നീണ്ട നിരയിൽ കാത്തിരിക്കുകയാണ്. മലയങ്കിഴേക്കും വെള്ളറടയിലേക്കും ഒക്കെ പോകേണ്ട ബസ്സുകളാണ്. ദീർഘദൂര സർവീസുകളടക്കം തൊട്ടപ്പുറത്ത് പിടിച്ചിട്ടിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കുന്നില്ല. പോലീസുമായി പലതവണ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഹർത്താൽ അനുകൂലികൾ അവിടെ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്ന കാര്യം. മാത്രമല്ല, ഇതിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ബസ് ഡ്രൈവേഴ്സ് ഒക്കെ ഇക്കാര്യത്തിൽ, യാത്രക്കാരും രാവിലെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ട യാത്രക്കാരടക്കമുള്ള ആളുകളുണ്ട്. അവരോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തേടുകയും ചെയ്യാം. ചേട്ടാ, എങ്ങോട്ട് പോകണ്ട? എങ്ങോട്ട് പോവാ? കുറെ നേരം അവിടെ പിടിച്ചിട്ടിരിക്കുക. അറിഞ്ഞിരുന്നില്ല ഹർത്താലാണെന്ന്? അറിഞ്ഞിരുന്നില്ല. ബസ്സുകളൊക്കെ ഓടുന്നു വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ ഇതായിരിക്കും. നേരെ അമ്പലത്തറൊക്കെ ഇവിടെ ബസ്സുകൾ വഴി ബസ് പോകുന്നുണ്ട്. റോഡ് ബസ്സാണ്. ഇവിടെ മാത്രമാണ് ഇത് ഇങ്ങനെ. എത്ര നേരമായി ബസ്സിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്? അരമണിക്കൂറായി. ഇതുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ഇതാണ്. സാധാരണ ഇവർ തന്നെ ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പറഞ്ഞിരുന്നത് ഈ കാര്യമായി നിർബന്ധപൂർവ്വം ഇതൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ നമുക്ക് ആളുകൾക്ക് കാര്യമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഈ വിഷയത്തിൽ ഈ രീതിയിൽ തന്നെ നിലപാട് പോകും എന്നുള്ളതാണ് ഈ സംഘടനകൾ. ഏതാണ്ട് 42ഓളം സംഘടനകളാണ് ഇത് ഹർത്താൽ പ്രഖ്യാപിച്ചത്. അവരുടെ കേരള ഹർത്താൽ എന്ന പേരിലായിരുന്നു അവർ പറഞ്ഞത്. ഈ തമ്പാനൂരിലെ സ്ഥിതി ഇതാണ്. ഏതാണ്ട് ഈ റോഡ് നിറയെ അങ്ങോട്ടേക്ക് ബസ്സുകൾ പിടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ മറുഭാഗത്തു കൂടി ബസ്സുകൾ പോകുന്നു ഇപ്പോൾ ഈ യാത്രക്കാരൻ പറയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോയി നോക്കണം. ഓക്കെ, താങ്ക് യു. ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. അതുപോലെ വടക്കൻ പറവൂർ കച്ചേരിപ്പടിയിലും വാഹനങ്ങൾ തടയുന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. KSRTC ബസ്സാണ് സമരക്കാർ തടഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 42ഓളം സംഘടനകൾ, ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. പലയിടങ്ങളിലും വാഹനങ്ങൾ തടയുന്നു, ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. എന്നാൽ കോഴിക്കോട് മാത്രം വാഹനങ്ങൾ കൃത്യമായി ഓടുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.